ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ പൂർണ്ണമായും മാനിച്ചുകൊണ്ട് തന്നെ അതിനോട് വിയോജിക്കുകയാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് ഇതൊരു സൂയിസൈഡ് വേഴ്സസ് ഹോമിസൈഡ് എന്നൊരു വിഷയം മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമാകരുത്. ഇതിപ്പോ മർഡർ ആയിരുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനും അത് അന്വേഷിക്കാൻ കഴിയുന്നതാണ്. അതിലുപരി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രദ്ധിക്കാതെ പോയ ഇതിനകത്തെ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ഗൂഢാലോചന, ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ, ഇപ്പം പ്രശാന്തനാണെങ്കിലും അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ഒരു ആരോപണവുമായിട്ട് ഉയർന്നു വന്ന അങ്ങനെ ഒരു വ്യക്തിയും, പിന്നെ അധികാരത്തെ സ്ഥാനത്തിലിരിക്കുന്ന പല ആൾക്കാരും എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അദ്ദേഹത്തിനെ അപകീർത്തികരമായിട്ട് വീഡിയോ പ്രചരിപ്പിക്കുവാനുള്ള നടപടികൾ എടുത്തത്. ഇതൊന്നും തന്നെ അന്വേഷണ സംഘം വ്യക്തമായിട്ട് പരിശോധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ ശ്രദ്ധിക്കാതെ പോയ കാര്യം, ഈ പല കാര്യങ്ങളും അന്വേഷണ ഏജൻസി ഈ ആരോപണം ഉന്നയിച്ചതിന് മറുപടിയായിട്ട് പല കാര്യങ്ങളും അന്വേഷണ ഏജൻസി ചെയ്തിട്ടുണ്ട്, ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെയും ഇപ്പൊ തന്നെ പ്രശാന്ത് ഈ ഹർജിക്കാരിയുടെയും മക്കളുടെയും ഒക്കെ സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ടുണ്ട്. ശരിയാണ്. എപ്പോഴാണ് എടുത്തത്? വളരെ വൈകിയാണ് എടുത്തത്. CDR പ്രശാന്തന്റെ സെക്യൂർ ചെയ്തു. ടെലിഫോൺ റെക്കോർഡ്സുകളും കാര്യങ്ങളും ഒക്കെ ഏജൻസിയുടെ കൈകളിലുണ്ട് എന്ന് ഹൈക്കോടതി പറയുന്നു. അതെപ്പോഴാണ് എടുത്തത്? അത് നിരവധി നാളുകൾക്ക് ശേഷം കോടതിയെ സമീപിച്ചതിന് ശേഷമാണ്. കളക്ടറേറ്റിൽ നിന്നുള്ള CCTV വിഷ്വൽസ് എപ്പോഴാണ് ഇതെടുത്തത്? ആദ്യത്തെ സ്റ്റേജിലൊന്നും ഇത് എടുത്തിട്ടില്ല. അവസാനം കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തത്, ഞാൻ പറയുന്നത് വസ്തുതാപരമായിട്ട് ശരിയാണ് എന്നുണ്ടെങ്കിൽ, കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇവർ സെക്യൂർ ചെയ്തത്. അപ്പൊ അന്വേഷണ സംഘം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ദൗർഭാഗ്യകരമായിട്ട് ഉത്തരവ് ഏത് സമയത്താണ് ഇവരിത് ചെയ്തതെന്നോ, ആ ഡിലേ എന്തുകൊണ്ട് സംഭവിച്ചെന്നോ, ആ ഡിലേ ഒരു അലംഭാവത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്നോ, ഒരു ഉദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ ഇത് അന്വേഷിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു കാലവിളംബം അത് എന്തുകൊണ്ട് ഉണ്ടായി എന്നൊന്നും ഇവിടെ പരിശോധിക്കപ്പെട്ടിട്ടില്ല. ഇതിപ്പോ ഒരു കുറ്റാരോപിത മാത്രമായി ഇപ്പോ SIT ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്ന അന്വേഷണം ഒരിടത്തും എത്തുകയുമില്ല. അതിനകത്ത് ഇരയ്ക്ക് നീതി ലഭിക്കുകയുമില്ല. ആ സ്റ്റേജിൽ കയറി വാരി വിതറിയ ആരോപണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്ന ഒഫൻസ് അവിടെ നിൽക്കുകയില്ല. ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലുള്ള എന്റെ ബോധ്യമാണ് പറയുന്നത്, ഇതിനകത്ത് അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തുവാനും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വലിയൊരു ഗൂഢാലോചന ഉണ്ടായതിനെ പുറത്തു കൊണ്ടുവരാനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ അന്വേഷണം മുൻപോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ കാണിക്കപ്പെട്ട അലംഭാവത്തിനെ കുറിച്ചൊന്നും ഉത്തരവിൽ പരിശോധിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എനിക്കറിയില്ല. വാദം ബൈ ആൻഡ് ലാർജ് ഫോക്കസ്ഡ് ആയിരുന്നത് ഇതൊരു മർഡർ ആയിരുന്നു എന്നതിനെ കുറിച്ചാണ്. മർഡർ ആണോ അല്ലയോ എന്നുള്ളത് SIT അന്വേഷിച്ചാൽ തെളിയുന്നതായിരിക്കും. അതിനെക്കുറിച്ച് എനിക്കൊരു വിയോജിപ്പില്ല. പക്ഷേ അന്വേഷണം പോകേണ്ടതായിട്ടുള്ള ദിശയിലായിരുന്നില്ല തുടക്കം മുതലേ പോകേണ്ടിയിരുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനം വന്നു. ഈ SITയുടെ അന്വേഷണം പൂർത്തിയായി അവസാനം ഇത് ചെന്നെത്തിക്കുന്നത് ഈ കുറ്റാരോപിത ഡയസിൽ കയറി പറഞ്ഞ 2 വാചകങ്ങളിലേക്ക് മാത്രമാണ്. അങ്ങനെ പറയുന്ന 2 വാചകങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ അവർക്ക് കൺവിക്ഷൻ ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു കൺവിക്ഷൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിയുടെ അലംഭാവം തന്നെയാണ്. ഈ കോടതി വിധികളെല്ലാം മാനിക്കപ്പെടേണ്ടതാണ്. വിധി നിർണയിക്കുന്നവരും വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. പക്ഷേ നമ്മൾ ഇപ്പം അമേരിക്കൻ സുപ്രീം കോടതിയുടെ 40കളിലെ ഒരു റോബർട്ട് ജാക്സൺ എന്ന് പറയുന്ന ഒരു ജഡ്ജിന്റെ ഒരു വിധിയിൽ അദ്ദേഹം കോടതി വിധികളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ശരിയാണ്, അതിന്റെ കാരണം ഞങ്ങൾ അന്തിമമാണ്, പക്ഷേ ഞങ്ങൾ ശരിയാകണമെന്നില്ല. അപ്പൊ കോടതി വിധികൾ, അമേരിക്കൻ സുപ്രീം കോടതിയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ സുപ്രീം കോടതിയും സമാനമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. കോടതി വിധികൾ അന്തിമമാകുമ്പോൾ തന്നെയും പലപ്പോഴും അവരുടെ തീരുമാനങ്ങൾക്കകത്ത് ശരിതെറ്റുകൾ വരാം. കോടതി വിധികളെ മാനിക്കപ്പെടുമ്പോൾ തന്നെയും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആ മാന്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം വിശകലനങ്ങൾ അനിവാര്യമാണ്. ഇവിടെ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഭരണകക്ഷിയുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും അവരുടെ ബന്ധുമിത്രാദികളും ഒക്കെ കുറ്റാരോപിതയെ സ്വീകരിക്കുവാൻ വേണ്ടി ജയിലിലേക്ക് പോയതും ഒക്കെ കേരള സമൂഹം കണ്ടതാണ്. ഈ അന്വേഷണ ഏജൻസിക്കൊന്ന് അനങ്ങി തുടങ്ങാൻ തന്നെ ആഴ്ചകൾ വേണ്ടി വന്നു. കോടതികളെ സമീപിച്ചു തുടങ്ങിയപ്പോൾ തന്നെയാണ്, മറ്റു മാർഗമില്ലാതെ വന്നപ്പോഴാണ് ഇവർ അനങ്ങി തുടങ്ങി. മാർക്ക്ഷീറ്റ് നോക്കുമ്പോൾ ശരിക്കും പാസ്സായിട്ടുണ്ട്, പക്ഷെ എപ്പോഴാണ് പരീക്ഷ എഴുതിയതെന്നുള്ളത് അത് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള യാഥാർത്ഥ്യം. ഇത്തരത്തിൽ അന്വേഷണം പോയി കഴിഞ്ഞാൽ നീതി ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ
അഭിപ്രായം. കോടതികൾ വിധികൾ പാസ്സാക്കും, നാം അതിനെ മാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പീൽ അതിൽ അസംതൃപ്തരാണെന്നുണ്ടെങ്കിൽ അപ്പീൽ പോകാൻ കഴിയും. ഇപ്പം സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം സാധാരണ കോടതി നടപടിക്രമങ്ങൾ ഡിവിഷൻ ബെഞ്ചിലേക്കോ ഇനി അല്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി വഴിയോ ഒക്കെ ചലഞ്ച് ചെയ്യുവാനൊക്കും. അങ്ങനെ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ കഴിയുന്ന തീരുമാനങ്ങളൊക്കെ ആണെങ്കിൽ കൂടിയും ഈ ഒരു ഉത്തരവ് തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇതിനകത്ത് പല കാര്യങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും പരിശോധിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ദൗർഭാഗ്യവശാൽ ഈ വിഷയം ഒരു മർഡർ ആണോ എന്നതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്. ഇവിടെ പോലീസിന്റെ അലംഭാവം എന്നുള്ള ആ ഒരു ആസ്പെക്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. ഉത്തരവിൽ ആ ഒരു പരിശോധന നടന്നതായിട്ട് കാണുന്നതുമില്ല. കൊലപാതകം എന്നുള്ള കാര്യത്തിലേക്ക് അന്വേഷണം നീങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ SIT തന്നെ അന്വേഷിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതൊരു അലംഭാവത്തിന്റെ ഭാഗമായിട്ടല്ല അങ്ങനെ അന്വേഷണം നീങ്ങാത്തതെന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. അടിസ്ഥാനപരമായിട്ട് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വൈഡർ മെട്രിക്സ് അത് പുറത്തു കൊണ്ടുവരുന്നതിൽ അന്വേഷണ ഏജൻസിക്ക് ഒരു താല്പര്യവുമില്ല. അവിടെ തന്നെ ഇപ്പം കൊലപാതകമല്ല എന്നുള്ള ഒരു പ്രിമൈസിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ തന്നെയും ഇങ്ങനെ വളരെ ഗൗരവകരമായിട്ടുള്ള നിയമം വളരെ ഗൗരവകരമായിട്ട് കാണുന്ന ഒരു ഒഫൻസിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിൽ അലംഭാവം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. ഇതിനകത്തിപ്പോൾ പറയുന്നുണ്ട്, ഒരു ആരോപണമായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് കുറച്ച് കാലത്തേക്ക് ഫോർ എ സിഗ്നിഫിക്കന്റ് പീരിയഡ് SIT failed to record the statements of the relatives. SIT ബന്ധുക്കളുടെ സ്റ്റേറ്റ്മെന്റ്സ് കുറെ നാളത്തേക്ക് റെക്കോർഡ് ചെയ്യാൻ വൈമനസ്യം കാണിക്കുകയുണ്ടായി. റെക്കോർഡ് ചെയ്തു എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ഡിലേ എന്തുകൊണ്ട് സംഭവിച്ചു എന്നോ എപ്പോഴാണ് അത് റെക്കോർഡ് ചെയ്തതെന്നോ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിൽ കാണുന്നില്ല. ഒരു മാസം അന്വേഷണ ഏജൻസിക്ക് ഒന്ന് എഴുന്നേറ്റ് വരാൻ ഇത്രയും സമയമെടുത്തല്ലോ. കൊള്ളാം, കേരളം നന്നായി, നല്ല കാര്യം.